ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യെസ്, അപ്പോൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പരീക്ഷയോട് ഞാൻ പരിപാടി കഴിഞ്ഞു. നിഹാൽ സാറേ, എന്താ രക്ഷപ്പെടാൻ പറ്റും? രക്ഷപ്പെടാനുള്ള പരിപാടി നമ്മളിങ്ങനെ വീഡിയോസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ മക്കളെ, ആദ്യത്തെ പരിപാടി നമ്മൾ ഇന്നത്തെ ഈ 11ാമത്തെ ചാപ്റ്റർ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്ന. ഒന്നാമത് നമുക്കറിയാം, ഫ്യൂഡൽ സിസ്റ്റത്തിൽ നിന്നുണ്ട് 3 തരംതിരിവുകൾ. അതായത് നമുക്ക് 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ പുരോഹിതന്മാർ, ക്ലേജി ഉണ്ട്, ലോർഡ്സ്, ക്ലേജി, നോബിൾസ്, പെസൻസ്. ഈ 3 സിസ്റ്റത്തെ പറ്റി മനസ്സിലാക്കി വെക്കുക. അതായത് ചോദ്യം ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നതാണ്, 3 ഓർഡേഴ്സ് ഇൻ ഫ്യൂഡൽ. ഫ്യൂഡൽ സിസ്റ്റത്തിലെ 3 ക്രമങ്ങൾ എന്തെല്ലാം എന്നൊരു 5 മാർക്കിന് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഈ സെയിം സാധനം ഒരു മാസ്റ്റ് ഓഫ്, അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആയി തരും. ചിലപ്പോൾ പുരോഹിതൻ ഉണ്ടാവും, പ്രഭുക്കൾ ഉണ്ടാവില്ല, പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട 2 ചോദ്യം കൂടി പഠിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് ദ പെസൻസ് അണ്ടർ ദ ഫ്യൂഡലിസം. ഫ്യൂഡൽ വ്യവസ്ഥയിൽ കർഷകരുടെ അവസ്ഥയെ പറ്റി വിവരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കറക്റ്റ് പഠിച്ചു വെക്കുക. എന്താണ് ചോദിച്ചത്? ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് ദ പെസൻസ് അണ്ടർ ദ ഫ്യൂഡലിസം. എന്താണ് ഫ്യൂഡൽ അവസ്ഥയിൽ കർഷകരുടെ അവസ്ഥ? ഒന്ന് നോക്കൂ. ദേ ഡിഡ് നോട്ട് ഹാവ് their own land, and they have to work for farmers and the house of the nobles, and they do not receive wages. They could not only leave the land without the permission of the nobles. അതായത് ഫാമേഴ്സിന്റെ അവസ്ഥ എന്താ പറയുന്നത്? അവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവർ കൃഷിയിടങ്ങളിലും പ്രഭുക്കന്മാരുടെ വീടുകളും ജോലി ചെയ്യണം. ഏതെങ്കിലും കൃഷിയിടത്തെ പണി കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ കഴിയും? ഇല്ല. അതിനുശേഷം എന്താണ്? പ്രഭുക്കന്മാരുടെ വീട്ടിൽ പോയി ജോലി ചെയ്ത് കൊടുക്കണം. they did not receive wages. അവർക്ക് കൂലി ലഭിച്ചത്, ജോലി ചെയ്താൽ കൂലിയൊന്നുമില്ല, അവരിങ്ങനെ ഒരു അടിമയെ പോലെ ജോലി ചെയ്യുക. പിന്നെന്താ? they did not leave the land without the permission of nobles. നോബിൾസിന്റെ, പ്രഭുക്കന്മാരുടെ അനുവാദമില്ലാതെ അവർക്ക് അവരുടെ ഭൂമി വിട്ട് പോകാൻ പോലുമുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു കേട്ടോ. ഇനി അല്ലെങ്കിൽ അടുത്തൊരു പക്ക ഷുവർ ക്വസ്റ്റ്യൻ ചോദ്യമാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ വേണ്ടി. അത് 8ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിൽ ചോദ്യ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്ന ചോദ്യമാണ്. അനലൈസ് ദ സർക്കംസ്റ്റാൻസ് ദാറ്റ് ലെഡ് ദ കൊളാപ്സ് ഓഫ് ഫ്യൂഡലിസം ബൈ 14th century. 14ാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസത്തിനെ തകർച്ചയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദീകരിക്കുക. ഈ ഒരു പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ക ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിച്ചു. ഒന്നാമത് എന്താ? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചു അല്ലെ? കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചു. അല്ലെങ്കിൽ സ്കാർസിറ്റി ഓഫ് മെറ്റൽ കോയിൻസ്, ലോഹ നാണയങ്ങളുടെ ദൗർലഭ്യം വന്ന സമയത്ത്. സ്ട്രെങ്തനിങ് ഓഫ് മൊണാർക്കി, രാജാധികാരം ശക്തിപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ആവശ്യം, അവരുടെ സൈനിക സഹായം രാജാക്കന്മാർക്ക് ആവശ്യമില്ലാത്ത അവസ്ഥ ഒന്നും അല്ലേ? സെപ്പറേഷൻ ഓഫ് ദ പാൻഡമിക് നോൺ ആസ് ദ പ്ലാഗ് ഓർ ബ്ലാക്ക് ഡെത്ത്. പ്ലാഗ് അഥവാ കറുത്ത മരണം എന്ന മഹാമാരിയുടെ വ്യാപാരം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കർഷകരുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഒരുപാട് പെസൻസ് മരിച്ചു, ഫാമേഴ്സ് മരിച്ചു. ഇപ്പം കൃഷി ആളിൽ കാർഷിക മേഖല തകർന്നു, ഓട്ടോ മേഖല എന്തും തകർന്നു, ഫ്യൂഡലിസവും തകർന്നു. ആൻഡ് ദ ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ, വെടിമരുന്ന് കണ്ടുപിടിച്ചപ്പോൾ യുദ്ധത്തിൽ ഒരുപാട് ആൾക്കാർ ആവശ്യമൊന്നുമില്ലാതെ ഇതിങ്ങനെ വിട്ടാൽ മതി അല്ലേ? അപ്പോൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അല്ലെങ്കിൽ ഫ്യൂഡലിസം തകർച്ചയിലെ കാരണമായിട്ട്. പിന്നെ ക്രൂസൈഡ്സ്, കുരിശുദ്ധങ്ങളും ഇതിന് കാരണമായിട്ട്. ഈ പറയുന്ന പിന്നെ ഫ്യൂഡലിസം എന്താണ്? അതിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച കാര്യങ്ങളാണ്. എക്സാമിന് എന്തായാലും 100% നിങ്ങളുടെ ചോദിക്കുന്ന ചോദ്യമാണ് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച. ഇത് വെറുതെ നിഹാൽ സാർ തള്ളിവിടണമല്ല, പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതിനകത്തുള്ള ഒരു സംശയമില്ല. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒറ്റ കാര്യം നിർബന്ധം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ജസ്റ്റ് യൂട്യൂബ് ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ യൂട്യൂബ് ചാനൽ നിഹാൽ സാറിന് സെർച്ച് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ കാണാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും ബെസ്റ്റായി ഒരുപാട് കണ്ടന്റ് അപ്ഡേറ്റ് ആ ചാനൽ വരുന്നതായിരിക്കും. എൻ്റെ എല്ലാ പൊന്നുമക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കണം. അപ്പോൾ സെറ്റ് ബൈ.